നമസ്കാരം, എല്ലാവർക്കും ഇൻഫോർമേറ്റീവായ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ക്രിസ്റ്റോ ജോസഫ്. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. നിങ്ങളുടെ വീടുകളിലേക്ക് ഗൃഹോപകരണങ്ങൾ, ഉദാഹരണമായിട്ട് ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, മിക്സർ ഗ്രൈൻഡർ തുടങ്ങിയവ വാങ്ങുന്നതിനായിട്ട് നിങ്ങൾക്ക് സർക്കാർ ഒരു ധനസഹായം നൽകുന്നുണ്ട്. അതുപോലെ തന്നെ 1 ലക്ഷം രൂപ വരെ ഇപ്പോഴത്തെ ഈ കോവിഡ് പ്രതിസന്ധി തരണം ചെയ്യുന്നതിനായിട്ട് നിങ്ങൾക്കൊരു സഹായം എന്ന രീതിയിൽ ലഭിക്കുന്നതാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോകാം. ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരുന്നതിനായിട്ട് നിങ്ങളെല്ലാവരും വീഡിയോ ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ വീഡിയോ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുവാൻ കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് എല്ലാ ദിവസവും ലഭിക്കും. അതിനായിട്ട് നിങ്ങൾ ആ ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. കേരളത്തിൽ പുതിയ സർക്കാർ അധികാരത്തിലേറിയിരിക്കുകയാണ്. അതോടൊപ്പം കേരളത്തിൽ സ്മാർട്ട് കിച്ചൺ പദ്ധതി നടപ്പിലാക്കാനുള്ള നടപടികൾക്ക് ഇപ്പോൾ സർക്കാർ തുടക്കം കുറിച്ചിരിക്കുകയാണ്. സ്മാർട്ട് കിച്ചൺ പദ്ധതിയിലൂടെ വീട്ടമ്മമാരുടെ ജോലിഭാരം ലഘൂകരിക്കുകയാണ് ഇതിന്റെ ലക്ഷ്യം. LDFന്റെ പ്രകടന പത്രികയിലും ഇക്കഴിഞ്ഞ ബജറ്റിലും ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നു. ഇതിനായിട്ട് എല്ലാ വീടുകളിലും ആദ്യം വാഷിംഗ് മെഷീൻ, പിന്നീട് ഗ്രൈൻഡർ, തുടർന്ന് ഫ്രിഡ്ജ് എന്നിവയുള്ള ആദ്യ സംസ്ഥാനമാക്കി കേരളത്തെ മാറ്റുകയാണ് ഈ ഒരു പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. മാത്രമല്ല, വാഷിംഗ് മെഷീൻ, ഫ്രിഡ്ജ്, ഗ്രൈൻഡർ എന്നിവ എല്ലാ വീടുകളിലും എത്തുന്നതോടെ സ്ത്രീകളുടെ വീട്ടുജോലിയുടെ കാഠിന്യത്തിൽ കുറവുണ്ടാകുമെന്നും കരുതുന്നു. വീട്ടുപകരണങ്ങളുടെ വില തവണകളായിട്ട് ഏതാനും വർഷം കൊണ്ട് അടച്ചു തീർത്താൽ മതിയാകും. പലതരത്തിലുള്ള പാക്കേജുകൾ ഇതിനായിട്ട് തയ്യാറാക്കാനായിട്ടാണ് സർക്കാർ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. പലിശ 3 ആയിട്ട് വിഭജിക്കുന്നതാണ്. അതിൽ 1/3, അതായത് ഒരു ഭാഗം പലിശ മാത്രം ഗുണഭോക്താവ് നൽകിയാൽ മതി. 2 ഭാഗവും തദ്ദേശ സ്ഥാപനം, അതുപോലെ തന്നെ സർക്കാർ എന്നിവർ വഹിക്കുന്നതാണ്. ഇനി അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാന കാര്യം, കുടുംബശ്രീ വഴിയാണ് നിങ്ങൾ അപേക്ഷിക്കുന്നതെങ്കിൽ മറ്റ് ഈടുകളൊന്നും തന്നെ ആവശ്യമില്ല. ഇതിനുവേണ്ടി KSFE ചിട്ടികൾ ആരംഭിക്കുവാനായിട്ടാണ് നീക്കം. പദ്ധതിക്ക് സാമ്പത്തിക പിന്തുണ നൽകുവാനായിട്ട് KSFE തയ്യാറാണെന്നും അറിയിച്ചിട്ടുണ്ട്. നമുക്കറിയാം, വിദ്യാർത്ഥികൾക്കായിട്ട് ലാപ്ടോപ്പ് വിതരണം ചെയ്യുന്നതിനായിട്ട് കുടുംബശ്രീയുമായിട്ട് ചേർന്ന് നടത്തിയ പദ്ധതി പോലെ ആയിരിക്കുമെന്നാണ് ഇപ്പോൾ നമുക്ക് ഈ ഒരു പദ്ധതിയും അറിയുവാനായിട്ട് സാധിക്കുന്നത്. മാത്രമല്ല, സ്മാർട്ട് കിച്ചൺ പദ്ധതിയിലൂടെ വിതരണം ചെയ്യുവാനായിട്ട് ഉദ്ദേശിക്കുന്ന വാഷിംഗ് മെഷീൻ, റെഫ്രിജറേറ്റർ, ഗ്രൈൻഡർ തുടങ്ങിയ ഉപകരണങ്ങൾ ഏതെല്ലാം കമ്പനികളുടേതായിരിക്കും, അവയുടെ വിലകൾ, അതുപോലെ ചിട്ടിയുടെ മാസ അടവ് തുടങ്ങിയ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള അറിയിപ്പുകൾ ഇനി ലഭിക്കാനുണ്ട്. ഇവ സംബന്ധിച്ചുള്ള ഔദ്യോഗിക അറിയിപ്പുകൾ വന്നാലുടൻ തന്നെ നിങ്ങളെ വീഡിയോ രൂപേണ അറിയിക്കുന്നതാണ്. ഇനി അതുപോലെ തന്നെ കോവിഡ് ബാധിതരുടെ കുടുംബങ്ങൾക്ക് സാമ്പത്തിക ആശ്വാസം പകരുവാനായിട്ട് KSFE പുതിയ സ്വർണ്ണപ്പണയ വായ്പ പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സൗഖ്യ സ്വർണ്ണപ്പണയ വായ്പ എന്ന പുതിയ പദ്ധതി പ്രകാരം 2021 മാർച്ച് 1 ശേഷം കോവിഡ് മുക്തരായവർക്കും കുടുംബാംഗങ്ങൾക്കും 1 ലക്ഷം രൂപ വരെ വായ്പ ലഭിക്കും. 5% പലിശ നിരക്ക്. കോവിഡിനെ അതിജീവിച്ച വ്യക്തിയുടെ പേര് ഉൾപ്പെടുന്ന റേഷൻ കാർഡിൽ പേരുള്ളവരും അതുപോലെ പ്രായപൂർത്തിയായവരെയുമാണ് കുടുംബാംഗങ്ങളായിട്ട് കണക്കാക്കുക. 6 മാസം കൊണ്ട് വായ്പ തിരിച്ചടച്ചാൽ മതിയാകും. ഇനി അതുപോലെ കോവിഡ് ബാധിച്ച മരണമടഞ്ഞവരുടെ കുടുംബാംഗങ്ങളും വായ്പയ്ക്ക് അർഹരാണ്. കോവിഡാനന്തര കാലത്ത് സാമ്പത്തിക ഞെരുക്കത്തിന് സമാശ്വാസം പകരുകയാണ് ഈ വായ്പാ പദ്ധതിയുടെ ലക്ഷ്യമെന്നാണ് KSFE ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ പൊതുജനങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന 2 സഹായ പദ്ധതികളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളോട് ഷെയർ ചെയ്തത്. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ എല്ലാ ദിവസവും വൈകുന്നേരം നമ്മുടെ ചാനലിലൂടെ ഡെയിലി അപ്ഡേറ്റ്സ് സംപ്രേഷണം ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാ പ്രേക്ഷകരും ആ വീഡിയോസ് കാണുവാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ, സംശയങ്ങൾ, നിർദ്ദേശങ്ങൾ കമന്റായിട്ട് രേഖപ്പെടുത്തുവാനും പ്രത്യേകം ശ്രദ്ധിക്കുക. വീണ്ടും മറ്റൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോയുമായി കാണാം. ടിൽ ദെൻ ഇറ്റ്സ് മീ ക്രിസ്റ്റോ ജോസഫ്, signing off.